வைக்காதடா உள்ள போடு ஆனா மாப்பிள்ள നമ്മളെ மாதிரி பசங்க എത്തില്ല എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അനുമോളുടെ കല്യാണ വീഡിയോ തന്നെയാണ് ഇത്. മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു ഇവ എന്ത് തേങ്ങയുടെ വന്നിരുന്ന് പറയുന്നതെന്ന്. നമ്മൾ ഓരോന്ന് കാണുമ്പോൾ പറയുന്നു, പിന്നെ സന്തോഷമുണ്ട്. ഒക്കെ കല്യാണമൊക്കെ ആയി ഇങ്ങനെയൊക്കെ ആയതിൽ കാണുമ്പോൾ സന്തോഷമുണ്ട്. ആ ഒരു ഇതല്ലേ ഒരു സന്തോഷം. നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ ആർക്കെങ്കിലും ഒക്കെ നല്ലൊരു കാര്യം നടന്നാൽ നമുക്ക് സന്തോഷം വരത്തില്ല. അതുപോലത്തെ ഒരു ഫീല് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു വീഡിയോ കൊടുക്കാം. രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് മറ്റേ കല്യാണ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. രണ്ടുപേരും കൊണ്ട് കാറിലിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നൈസ്, അടിപൊളിയായിട്ട് പോകുന്നു, നല്ല രസമുണ്ട്. എൻ്റെ ഒരു കൈയൊക്കെ പിടിച്ചെങ്കിലും ഇരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. കമൻറ്റിലൊക്കെ ഞാൻ കണ്ടതാണ്. എത്രയോ നാൾ മുന്നേ കല്യാണം എന്ന് പറഞ്ഞ് എപ്പിസോഡ് കണക്കിന് വീഡിയോ ഇട്ട് വെറുപ്പിക്കുന്നവരെക്കാൾ എത്രയോ ഭേദം അനുമോളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, അവളെങ്ങനെ അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിന്നില്ല. കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ആ സ്പോട്ടിൽ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ചിലവർ മാസങ്ങളും വർഷങ്ങളോളം ഇരുന്ന് കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ലതല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം നടക്കാൻ വന്നു കഴിഞ്ഞാൽ ആരും പറയാതിരിക്കുന്നതാണ് ബെറ്റർ. എന്തിനാണ് നാട്ടുകാർ മൊത്തം അറിയിക്കുന്നത്? നടക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ കണ്ണേറും തട്ടി അടപടലം തേഞ്ഞോട്ട്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഗുരുവായൂർ വെച്ച് കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കുറേ ഓൺലൈൻ മീഡിയാസ് വന്നതും അങ്ങനെ ഇങ്ങനെ കുറേ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയാം. അതിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നടന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒന്ന് കാണാം. ഓക്കെ, അനുമോളെ കണ്ടപ്പോൾ ആ ഒരു ചേച്ചിക്ക് ഉണ്ടായ സന്തോഷം, വോട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ അവർ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. അത് ആൾക്കാർക്ക് അത്രയും ഒരു സ്നേഹമുണ്ടായിരുന്നു ഇവളുടെ ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഓക്കെ, ആ ഒരു സെറ്റപ്പിലാണ് ആൾക്കാർ മൊത്തം ഇവളെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആൻറ്റി കണ്ട ഉടനെ ചാടി വന്നിട്ട് വോട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നത്. കാരണം അത്രയും അവൾ ജനമനസ്സുകളിൽ ഇടം നേടിയിരുന്നു ആ ബിഗ് ബോസ് സമയത്ത് തന്നെ. അതിന് മുന്നേ അനുമോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഒരു ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ബിഗ് ബോസും കൂടി വന്നപ്പോൾ അവളുടെ ജെനുവിറ്റി കണ്ടപ്പോൾ ഒരു 90% എന്നുള്ളത് 99% മാറി. പിന്നെ വേറെ കുറേ ആർമി ഫാൻസൊക്കെയാണ് നെഗറ്റീവ് അടിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലാണ്ട് ആൾക്കാരെ അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് അതിൻ്റെ മറ്റൊരു സത്യാവസ്ഥ. ഓക്കെ, ഓക്കെ, കാറി കയറുന്ന ആരെ തമ്പി അണ്ണ തമ്പി എന്നൊക്കെ ഉള്ളു. എനിക്ക് തോന്നുന്നു ഇവനെ കളിയാക്കിയതാവാം മേ ബി. ആ ഒരു സെറ്റപ്പ് ആയിരിക്കും. കുറേ ഓൺലൈൻ മീഡിയാസ് എല്ലാവരും അവിടെ ഉണ്ട്. ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ബൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ എവിടെയൊക്കെ ചില സമയങ്ങളിൽ അട്ടിക്രമിച്ച് കയറുന്നതായിട്ട് എനിക്ക് വീഡിയോസ് കണ്ടപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഇടിച്ചങ്ങ് കയറുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അതുകൊണ്ട് പറഞ്ഞാണ്. എന്തായാലും ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ. അത് സീരിയസ്ലി. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇവിടെ പോയി കാണും. അനുമോൾ ഇടുന്ന വീഡിയോസ് മാത്രം കാണാൻ പറ്റുമായിരുന്നു. നിങ്ങളെ കൊണ്ട് ചില സമയത്ത് ഉപയോഗമുണ്ട്, ഉപകാരമില്ലായ്മയുണ്ട്, ഉപദ്രവമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചില സ്ഥലങ്ങളിൽ ഇടിച്ചൊക്കെ കയറും. അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ടിരിക്കുമ്പോൾ എല്ലാം കൂടി ഇടിച്ച് ഞെരുക്കി കഴിഞ്ഞാൽ എനിക്കെന്ത് ഫീൽ ചെയ്യും? ആ ഒരു ഫീൽ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഇവർ തന്നെ പെട്ടെന്ന് തന്നെ ഓടി അങ്ങ് പോവുകയാണ്, ഓടി വണ്ടി കയറി പോവുകയാണ്. കാരണം ആൾക്കാർ കൂടുന്നു, ഓൺലൈൻ മീഡിയാസ് എല്ലാം ചുറ്റും അവിടെ ഒരു കോലാഹലം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ അവളൊരുമാതിരി കിറങ്ങിയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്രയൊക്കെ ഓട്ടമല്ലേ, കുറേ ദിവസം കൊണ്ട് ഇതിൻ്റെ പിറകെ ഉള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ഒരു ടയർഡ്നെസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് നാട്ടിൽ ചോദിക്കുന്നുണ്ട്. ഈ ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും ലവ് കം മാരേജ് ആയാലും അറേഞ്ച് കം ലവ് ആയാലും എന്തായാലും മാരേജ് തന്നെയല്ലേ. അതുകൊണ്ട് അതിൽ ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അനുമോളോടെ പറയുന്നുണ്ട് അറേഞ്ച് മാരേജ് ആണെന്ന്. ഓക്കെ, അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും അതൊന്നും നമുക്ക് അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. നമ്മളെ സുരേഷ് ഗോപി ഏട്ടനോടെ പിന്നാലെ ഉണ്ട് കേട്ടോ, കാണാം.
ഓക്കെ, കരയുന്ന എന്തിനാണ്? അച്ഛനെന്ന് തോന്നുന്നു, അച്ഛനെ തട്ടിയിട്ടാണെന്ന് തോന്നുന്നു. അച്ഛൻ ആകുമ്പോൾ എന്തായാലും വിഷമം കാണും. ഇത്രയും ദിവസം കൂടെ വീട്ടിലുണ്ടായിരുന്ന മോള് ഇനി മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളോടും അല്ലേ. ഇനി മോള് പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. ആ പോകുന്ന വീട്ടിൽ മോൾ എങ്ങനെയായിരിക്കും, മോൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വിഷമം ഓഫ് കോഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചില നാറികളൊക്കെ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, ഉടനെ ഒരു ഡിവോഴ്സ് പ്രതീക്ഷിക്കാമെന്ന്. തന്തയില്ലായ്മ അടിച്ച് വെക്കില്ല, ഉള്ള കാര്യം പറയാം. അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ റിയാക്ട് ചെയ്യും. കാരണം അമ്മാതിരി തന്തയില്ലായ്മയൊക്കെ അടിച്ച് വെക്കുന്നുണ്ടോ അടുത്തുണ്ട്. ഒരാളുടെ ലൈഫിൽ നല്ലൊരു മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ചീഞ്ഞളിഞ്ഞ മൈൻഡാലിറ്റി കണ്ടെത്തുന്നവന്മാർ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഓക്കെ, അനുമോള് ഹാപ്പി അല്ലേ? അനുമോളിന് ഓൺലൈൻ മീഡിയാസിനെ എല്ലാം ഹാൻഡിൽ ചെയ്ത് നല്ല ശീലവും പരിചയമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ അത്ര പരിചയമില്ല. അതുകൊണ്ട് തന്നെ അവൻ കുറച്ചൊന്ന് വലിഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ച് വഴി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ആള് ഈ പറയുന്ന പോലെ ഒന്നും അല്ലാത്തവനൊന്നുമല്ല, മീൻസ് അങ്ങനെയല്ല, ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഒന്നും ഇല്ലാത്തവനൊന്നുമല്ല. ഈ തമിഴ്നാട്ടിൽ മറ്റേ എന്തോ കുക്ക് വിത്ത് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ആ പരിപാടികളൊന്നും കാണാത്തതുകൊണ്ട് നമുക്ക് അവനെ അറിയാത്തതാണ്. ഞാൻ അതൊക്കെ കൊടുക്കാം, കണ്ട് നോക്കൂ. ചെക്കനൊന്ന് പരിചയപ്പെടുത്തോ? സമയേ എന്താ പേര്? ഭുവനേഷ്. ഓക്കെ, ഭുവനേഷ് എന്നാണ് പേര്, പരിചയപ്പെടുത്തി കൊടുത്തതാണ്. ഗുരുവായൂർ അമ്പലമാണ്, അവിടെ മൊത്തം ആൾക്കാർ. അവിടെ ഈ പറയുന്ന പോലെ ഡെയിലി എത്രയോ ആയിരക്കണക്കിന് കല്യാണങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മിക്ക സെലിബ്രിറ്റികൾ ഈ പറയുന്ന പോലെ ഹിന്ദുക്കളായിട്ടുള്ളവരുടെ കല്യാണമൊക്കെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന ഭുവനേഷ് എന്താണ്, ആരാണ് എന്നൊക്കെ അറിയാൻ വീണ്ടും കുറേ പേർക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. അവൻ ആക്ടറാണ്, ഈ പറയുന്ന പോലെ മോഡലും കാര്യങ്ങളൊക്കെയാണ്. കുറേ വീഡിയോസും പരിപാടിയും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, റിയാലിറ്റി ഷോ പോലത്തെ പരിപാടിയിലൊക്കെ. ഈ കുക്ക് വിത്ത് പരിപാടി ഉണ്ടല്ലോ, അതിലൊരെണ്ണം ഇവൻ പങ്കെടുത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഒന്ന് വീഡിയോ കൊടുക്കാം. சம்பாதிக்கிறோமோ இல்லையோ, ஆனா காஸ்டி மட்டும் பரம்பரை பணக்கார மாதிரி போட்டு சுத்துவோம். அதான் நம்மளோட கெத்து. ആ നിന്ന് കുക്ക് ചെയ്യുന്നവനാണ് ഭുവനേഷ്. അവനാണ് കുക്കിംഗ് അല്ല, അവനാണ് അനുമോളുടെ ഹസ്ബൻഡ്. ഇപ്പോൾ ചെറുക്കനല്ല, ഹസ്ബൻഡായി മാറിയിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞു ഗൈസ്, കല്യാണം കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ കൊടുക്കാം. അവിടെ പോയി നിന്ന് തൊഴുതിട്ട് വരണം. ഇവിടെ എൻ്റെ പൊന്ന് സുരേഷ് ഗോപി ഏട്ടാ, നിങ്ങൾ ഈ ചാണകം സ്വഭാവം കാണിച്ചില്ല. എന്ത് നല്ല സപ്പോർട്ട് കിട്ടേണ്ട മനുഷ്യനാണ് നിങ്ങൾ. BJP പാർട്ടിയിൽ നിൽക്കുന്നതല്ല പ്രശ്നം, ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന സ്വഭാവമാണ് വിഷയം. മനുഷ്യത്വമൊക്കെ കാണിച്ച് കുറച്ച് നല്ല ഇതിൽ നിന്ന് എന്ത് സപ്പോർട്ട് കിട്ടേണ്ട വ്യക്തി എന്നറിയാവോ? തൃശ്ശൂർ ഇങ്ങ് എടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത്, അതാണ് സംഭവിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സിനിമ ബേസിൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടോട് കൂടി നിന്നതെന്നറിയാമോ? നിങ്ങൾ പാർട്ടിയിൽ വന്നപ്പോഴും ആൾക്കാർക്ക് അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് വോട്ട് വന്ന് ജയിപ്പിച്ചത്. പക്ഷെ നിങ്ങളങ്ങ് എടുത്ത് പിഴിഞ്ഞായിരുന്നു തൃശ്ശൂരിന്, സത്യം. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്യാരക്ടർ അവിടെ കാണിച്ചിരുന്നെങ്കിൽ എന്ത് ലെവലിൽ നിൽക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പ്രായമായതിൻ്റെ ഒരു പക്കത്തൊക്കറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവർ രണ്ടുപേരും വന്ന് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയേട്ടൻ ഒരു പാവത്താനെ പോലെ അവിടെ സൈഡിൽ നിൽപ്പുണ്ട്. ചന്ദനക്കുറി നീ എണിഞ്ഞതിൽ എൻ്റെ പേര് പതിഞ്ഞില്ലേ, മന്ദഹസ പോൽ നിലപ്പുഴ ഇന്ന മാറില്ലേ ഇഞ്ഞില്ലേ, ആ പാട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. രണ്ടുപേരും കൂടി അനുഗ്രഹം വാങ്ങുന്നുണ്ട്. ഓക്കെ, അനുഗ്രഹിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. സുരേഷ് ഗോപിയൊക്കെ കല്യാണത്തിന് പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ടുപേർക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ? നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ സ്വഭാവം ശരിയല്ല. എന്ത് പറയാൻ, സിനിമ സൂപ്പറാണ്, പൊളിറ്റിക്സ് ചേരൂല, പറഞ്ഞിട്ടില്ല. ഇനി സുരേഷ് ഗോപിയായിട്ട് അനുമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് പറയുന്ന കേൾക്കാം. സന്തോഷമായി. അവൾ ഒരുപാട് ആഗ്രഹിച്ചു. അവള് നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി രാഹുലിന്റെ കല്യാണത്തിന് വന്നപ്പോ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എപ്പോഴാ കെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ കെട്ടുമ്പോൾ ചേട്ടനായിരിക്കും വന്ന് എന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അന്നേ അരക്കിട്ടുറപ്പിച്ച ഒരു വാഗ്ദാനമായിപ്പോയി. അതെ, അന്നേ ഉറപ്പിച്ചതാ.
പക്ഷെ കുഴപ്പമില്ല. സുരേഷ് ഗോപി ഏട്ടാ കി ജയ്. ഇരിക്കട്ടെ, ഒരു സൈഡിൽ കൂടി പോട്ടെ. ഇനി ഭുവനേഷിന് ഒരു വീഡിയോ കൂടി കൊടുക്കാം കേട്ടോ. കണ്ടോ? ഇത് കുക്ക് വിത്ത് എന്തോ കോമഡി പരിപാടിയാണെന്ന് തോന്നുന്നു. ഇനി ഇവൻ്റെ ഒരു റീല് ഞാനൊന്ന് സൈഡിൽ കൊടുക്കാൻ. ഇങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്യുന്നുണ്ട്, ഈ റൊമാൻറ്റിക് റീലൊക്കെ കാര്യങ്ങളൊക്കെ. അങ്ങനെ അത്യാവശ്യം അവനും ഫെയിമാണ്. പക്ഷെ നമ്മളുടെ കേരളത്തിലോട്ട് അറിവില്ലാത്തതുകൊണ്ടും നമുക്ക് അവനെ അറിയാത്തതുകൊണ്ടും നമുക്ക് അവനെ അറിയത്തില്ല. അവൻ തമിഴ്നാട്ടിലെ കിങ്, നമ്മൾ അനുമോൾ വന്ന് കേരളാവിലെ ക്യൂന്. അന്ത കിങ് ഇന്ത ക്യൂനും കൂടി മാരേഡ് പണിട്ടെ. എപ്പിടി ഇருக்கு എന്നോட തമിഴ് അപ്പിടിയേ പോട്ടിട്ടെ. അത് വിട്. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. പിന്നെ കുറേ കമൻസ് ഞാൻ കാണുന്നുണ്ട്, നല്ല ബേർഡ് കമൻസ് കാണുന്നുണ്ട്. അത് ഞാൻ റിയാക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനതെടുത്ത് റിയാക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും കണ്ടന്റ് ആക്കണോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. നോക്കാം, ആൾക്കാർ പറയുകയാണെങ്കിൽ. കാരണം കുറച്ച് തെറിവിളി അർഹതയുള്ളവർ ഉണ്ട് കമൻസിന് ഞാൻ കണ്ട്. അവർക്ക് തെറിവിളി തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവന്മാർക്ക് തികയത്തില്ല. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ കുറേ കോണകളാണ്. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നല്ലത് മാത്രം വരട്ടെ, നല്ലതേ വരാവൂ. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.